സ്പെയിനിലെ പോൻഫെറാദയിൽ 1533 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ജുവാൻ ദി ബനവന്തെ എന്ന വ്യക്തി തൻ്റെ ഭാര്യയോടൊപ്പം പോൻഫെറദയിൽ ജീവിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ഈശ്വരഭക്തനും വിശ്വാസിയുമായിരുന്നു. ഒരു ദിവസം പ്രാർത്ഥനാ സമയത്ത് അദ്ദേഹത്തിന് തിരുവോസ്തി സൂക്ഷിക്കുന്ന സിബോറിയവും മരം കൊണ്ടുണ്ടാക്കിയ സക്രാരിയും സ്വന്തമാക്കണമെന്ന ആഗ്രഹം തോന്നി. ഒരു ദിവസം ആരും കാണാതെ ജുവാൻ സക്രാരി കൈക്കലാക്കി. അതുമായി അദ്ദേഹം സിൽ നദിയുടെ അടുത്തേക്ക് ഓടി. സക്രാരി വെള്ളത്തിൽ ഇറക്കി വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ല. ഒടുവിൽ സക്രാരിയുമായി അയാൾ വീട്ടിലെത്തി ആരും കാണാതെ വീട്ടിൽ ഒളിപ്പിച്ചു. ഭാര്യയോട് ഇതേക്കുറിച്ചൊന്നും അദ്ദേഹം സംസാരിച്ചതുമില്ല. എന്നാൽ രാത്രിയിൽ അഭൗമമായ ഒരു പ്രകാശം സക്രാരിയിൽ നിന്നും ഉദിച്ചുയർന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ ജുവാൻ പുറത്തേക്ക് പോയി. തിരുവോസ്തി അടങ്ങിയ പേടകവുമായി പട്ടണത്തിൽ ബ്ലാക്ക്ബെറി പാർക്കിലെത്തി. അവിടെ അദ്ദേഹം സക്രാരി ഒളിപ്പിച്ചു. എങ്ങനെ പിടിക്കപ്പെടാതെ സക്രാരി വിൽക്കാം എന്ന ആലോചനയിലായിരുന്നു അപ്പോഴും ജുവാൻ. ആ പാർക്കിൻ്റെ ഉടമ എല്ലാ വർഷവും തിരുനാളിന് തൻ്റെ വയലിൽ ആഘോഷങ്ങൾ നടത്തുക പതിവായിരുന്നു. ആ വർഷവും ആഘോഷങ്ങൾ തുടങ്ങി. എന്നാൽ ഇത്തവണ ഇവിടെ ആഘോഷത്തിന് വന്നവരെ പതിവില്ലാത്ത വിധം പ്രാവുകൾ ശല്യം ചെയ്യാൻ തുടങ്ങി. ഒപ്പം വയലിന് നടുവിൽ നിന്ന് ഒരു പ്രകാശമുയരുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാൻ എത്തിയവരെല്ലാം പ്രകാശത്തിൻ്റെ കാരണം അന്വേഷിച്ചു ചെന്ന് നോക്കുമ്പോൾ ജുവാൻ ഒളിപ്പിച്ച തിരുവോസ്തി അടങ്ങിയ സക്രാരി ശ്രദ്ധയിൽപ്പെട്ടു. ഈ അവസരത്തിൽ അതീവമായി അസ്വസ്ഥനായ ജുവാൻ മാനസാന്തരപ്പെട്ടു. തിരുവോസ്തി കാണപ്പെട്ട സ്ഥലത്ത് സെയിൻറ്റ് പീറ്ററിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം പണിതു. 1570 ഈ ദേവാലയം പുതുക്കി പണിതു. ഇപ്പോഴും ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഈ ദേവാലയത്തിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പാപികളുടെ തിരിച്ചുവരവിനായി എപ്പോഴും കാത്തിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പാപത്തെയും പാപസാഹചര്യങ്ങളെയും വെറുത്ത് ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.